നേപ്പാളിലെ തിബറ്റ് അതിർത്തിക്ക് സമീപമുണ്ടായ മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടം. മിന്നൽ പ്രളയത്തിൽ 8 പേർ മരിച്ചു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. വിവരങ്ങളുമായി സിയ സൂസൻ സാം ചേരുകയാണ്. സിയ, ഇതിപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, വളരെ വലിയ അപകടമാണ്, വളരെ വലിയ മിന്നൽ പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലിനീഷ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് നേപ്പാളിൽ ഈ ടിബറ്റൻ അതിർത്തിയോട് അടുത്തൊരു മിന്നൽ പ്രളയം ഉണ്ടായത്. അതേപോലെ ബോട്ടെകോശി എന്നൊരു നദിയിൽ പെട്ടെന്ന് വെള്ളം ഉയർന്നതോടെയാണ് ഇങ്ങനൊരു മിന്നൽ പ്രളയത്തിന് കാരണമായത്. അതുപോലെ തന്നെ ഈ ഒരു പ്രളയത്തിൽ വീടുകളും വാഹനങ്ങളും അതേപോലെ തന്നെ പാലങ്ങൾ വരെ തകർന്നു. അതുമാത്രമല്ല ചില ഗ്രാമങ്ങൾ വരെ ഒലിച്ചുപോയി. നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് 8 പേര് മരിക്കുകയും 40ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ. അതേപോലെ തന്നെ ബോട്ടെകോശി നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളോട് എത്രയും വേഗം തന്നെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനും അതേപോലെ തന്നെ ജാഗ്രത പാലിക്കാനും ഒക്കെ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 12 പേരെ നിലവിൽ ഇപ്പോൾ നേപ്പാൾ സൈന്യം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ സമ്മിശ്രമായുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗ്രാമങ്ങളും പല അടിസ്ഥാന സൗകര്യ പദ്ധതികളും ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒഴിച്ചുപോയതായി സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അവിടെ നിലവിൽ പുതിയൊരു പാലം വരെ പണിതിരുന്നു. അത് ഈ ഒരു പ്രളയത്തിൽ ഇപ്പോൾ അത് നശിച്ചു പോയിരിക്കുകയാണ്. അതേപോലെ തന്നെ നേപ്പാളിലെ പല സ്ഥലങ്ങളിലും ഈ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഈ ബോട്ടെകോശി നദിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രളയം ഉണ്ടായി. അന്നും ഇതുപോലെ തന്നെ 9 പേര് മരിക്കുകയും 24 പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. നിനിഷ.